വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ ഡ്രോണിന്റെ സഹായത്തോടെയാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ പഴയകാല ചിത്രങ്ങളുമായി താരതമ്യം ചെയ്താണ് ഈ തെരച്ചിൽ ഇന്ന് നടക്കുന്നത്. ചാലിയാറിൽ തെരച്ചിൽ പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചാലിയാറിലെ തെരച്ചിൽ നാളെ അവസാനിപ്പിക്കുക എന്നുള്ള ദൌത്യത്തിൽ അത്രത്തോളം ഊർജിതമായാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുക. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചൂരൽമലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം അവിടേക്ക് എത്തും. പൊതുവിലയിരുത്തൽ ഇപ്പം നടക്കത്തുള്ളൂ. നമുക്കിപ്പം എന്താണ് എന്ന് ഒക്കെ പറഞ്ഞ് ഒരു കണക്കെടുപ്പ് ഇതിനകത്തുണ്ടല്ലോ. എന്താ ഇമ്പാക്റ്റ് ആദ്യം എന്താണെന്നുള്ളത് പഠിക്കണം. തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവണം. പുനരധിവാസം എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ട് ഈ ഒരാഘാതമേറ്റവർക്ക് ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിരിക്കും. മാനസികാഘാതം എന്ന് പറയുന്നത് എല്ലാം നോക്കണം. സംസ്ഥാന സർക്കാർ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം കേന്ദ്ര സർക്കാർ ഇല്ല, അതിൻ്റെ നിയമവശങ്ങളെല്ലാം പരിശോധിക്കണം. അത് വിലയിരുത്തണം. കേന്ദ്ര സർക്കാരാണ് അത് വിലയിരുത്തേണ്ടത്. വിലയിരുത്തി ചെയ്യണം. താങ്കളുടെ സന്ദർശനത്തോടു കൂടി അത്ര ഒരു നിർദ്ദേശം കൂടുതലായിട്ട് അവിടെ മൊത്തം ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതായ എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കും. അതിനുശേഷം സഹായങ്ങളും മറ്റും അല്ല, അത് സർക്കാർ ആവശ്യപ്പെടണം. സംസ്ഥാന സർക്കാർ വിലയിരുത്തി ഇതാണ് ഇമ്പാക്റ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത്. ഇപ്പം നമുക്കത് പറയാനൊക്കത്തില്ല, അതിനുള്ള സമയമായിട്ടില്ല. സ്റ്റേറ്റ് അത് അറിയിക്കും. മന്ത്രി എന്ന നിലയിൽ നേരിട്ടെത്തുന്നതാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി എനിക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് പ്രധാനമന്ത്രി ചാർജ് കൊടുത്ത് ജോർജ് കുര്യൻ സാറിനെ അയച്ചിരുന്നു. അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ഞാൻ അഡീഷണലായിട്ട് വന്നതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം ചൂരൽമലയിലേക്ക് എത്തും. അദ്ദേഹം നേരത്തെ കൽപ്പറ്റയിലെത്തിയിരുന്നു. അവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ചൂരൽമലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ദുരന്തഭൂമിയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, 6ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിലെ രക്ഷാദൌത്യം. 6 സോണുകളായി തിരിച്ചുകൊണ്ട് ഇന്നും ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അതിനാണ് പ്രാമുഖ്യം നൽകുക. നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും ഒക്കെ ദൃശ്യങ്ങൾ വെച്ച് താരതമ്യം ചെയ്തുകൊണ്ടുള്ള പരിശോധന അതാകും ഇന്ന് നടക്കുക. എങ്ങനെ പുരോഗമിക്കുന്നു? തെരച്ചിൽ ദൌത്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 7 മണിയോടെ തന്നെ ദൌത്യ സംഘാംഗങ്ങൾ ബേലിപ്പാലം വഴി മുണ്ടക്കൈ മേഖലയിലേക്കും അതുവഴി പുഞ്ചിരി മട്ടത്തിലേക്കും പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയുടെ ഓരങ്ങളും പുഴയിൽ വലിയ മരങ്ങളും കല്ലും മണ്ണും അടിഞ്ഞ ഇടങ്ങളും എല്ലാം കേന്ദ്രീകരിച്ച് തെരച്ചിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതുപോലെ എല്ലാ ഇടങ്ങളും വിശദമായി പരിശോധിച്ച് യന്ത്രസഹായത്തോടെ പരിശോധിക്കുകയാണ് പലയിടങ്ങളിലും ചെയ്യുന്നത്. ഇവിടെ വലിയ വെല്ലുവിളിയൊരു മൺകൂനകളും വലിയ പാറക്കല്ലുകളും നിറഞ്ഞ ഇടത്ത് ഇതിനടിയിലേക്ക് പരിശോധിക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യസാധ്യമല്ല പല വലിയ കല്ലുകളൊന്നും നീക്കലും അവിടെ ഈ വലിയ വാഹനങ്ങൾ ഇറക്കലും ഒക്കെ പലയിടത്തും സാധ്യമല്ലാത്തതുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 ദിവസത്തെ തെരച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഇനി ശേഷിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ഒരു പരിശോധന തുടരാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഈ പലയിടങ്ങളും നിലവിൽ തന്നെ ഈ JCB ഉപയോഗിച്ച്, അതായത് ആദ്യം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയം തോന്നിയ വീടുകൾ നിന്നിരുന്ന കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ ഉള്ള ആ മേഖലകളൊക്കെ നിലവിൽ ഈ ദിവസങ്ങളിൽ പല JCB കൊണ്ടും അതേപോലെ തന്നെ കൈകൾ കൊണ്ടും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുവരെ നമുക്ക് കടന്നു ചെല്ലാനെത്താൻ കഴിയാത്ത ഇടങ്ങളാണ്. അവിടെ പ്രധാനമായിട്ടും ഈ
ചില ഇടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ മഴ കാരണം ചതുപ്പ് പോലെ JCBക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഇടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഇടങ്ങളിലേക്ക് ഇന്ന് അന്തരീക്ഷം അല്പം മെച്ചപ്പെട്ടതോടെ, കാലാവസ്ഥ അല്പം തെളിഞ്ഞതോടെ, മണ്ണ് കുറച്ച് ഉറയ്ക്കാൻ തുടങ്ങിയതോടെ അത്തരം ഇടങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ഒരു പുഴയുടെ ഓരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ്. ഈ ഒരു തെരച്ചിലാണ് ഏറ്റവും ഇന്നത്തെ ഘട്ടത്തിൽ പ്രാധാന്യമുള്ളത്. കാരണം നിലവിൽ തന്നെ നിലമ്പൂർ ചാലിയാർ മേഖലയിൽ നിന്നൊക്കെ 150-ലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കുത്തൊഴുക്കിന്റെ ശക്തിയിൽ ഇവിടെയും തടഞ്ഞു നിൽക്കാതെ നേരെ പുഴയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ മനുഷ്യവാസമില്ലാത്ത ഈ ഒരു പുഴയുടെ വശങ്ങൾ, ഈ സൂചിപ്പാറ മേഖലകളൊക്കെ ഇവിടം കഴിഞ്ഞ കാട്ടിലൂടെയാണ് ഇപ്പോൾ ഒഴുകുന്നത്. അപ്പോൾ അത്തരം ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കുറെ കൂടി ദൌത്യ സംഘങ്ങളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇനി ചെയ്യുന്ന മറ്റൊരു കാര്യം. ഫോറസ്റ്റിന്റെയും മറ്റെല്ലാ വകുപ്പുകളുടെയും ഒരു സഹകരണത്തോടെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ആണ് ഇന്നത്തെ ഈ ഒരു തെരച്ചിലിന്റെ രീതി ഉള്ളത്. പക്ഷേ അപ്പോഴും നമുക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇനി ഏതെല്ലാം ഇത്രയും ദിവസം തെരഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം സമഗ്രമായ തെരച്ചിൽ നടത്തിയിട്ടും പ്രതീക്ഷിച്ച മേഖലയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇനി എവിടെ തിരയണം എന്നുള്ളതാണ്. മറ്റിടങ്ങളിൽ കവളപ്പാറയും അതേപോലെ പെട്ടിമുടിയൊക്കെ ഏതെങ്കിലും ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ച് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആണ് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് തെരയാനുള്ള പ്രദേശം അത് വിസ്തൃതമാണ്. അത് എവിടെ തുടങ്ങി എവിടെ ഒതുങ്ങുന്നു എന്ന് പറയാൻ കഴിയാത്തത്ര സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു മണ്ണിടിച്ചിലിന്റെ തരത്തിലല്ല ഈ ഉരുൾപൊട്ടലിന്റെ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ പാറക്കല്ലുകളും മരങ്ങളും എല്ലാം ചിതറിക്കിടക്കുന്ന ഇടത്ത് അത് നീക്കി പരിശോധിച്ച് മണ്ണ് മാത്രം നീക്കി പരിശോധിക്കുന്നതിനേക്കാൾ ശ്രമകരമാണ് വലിയ പാറക്കല്ലും മരങ്ങളും ഒക്കെ നീക്കിയുള്ള ഒരു പരിശോധന. അപ്പോൾ വലിയ വെല്ലുവിളി അത്തരത്തിൽ നേരിടുന്നുണ്ട് പല പല സാഹചര്യങ്ങൾ കൊണ്ട്. എങ്കിലും ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാണാതായ ആളുകളുടെ എണ്ണം അത് കൂടുന്ന, അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പരമാവധി ആളുകളെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഇവിടെ. അത്തരത്തിലുള്ള ശ്രമകരമായ ദൌത്യമാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു ദുരന്ത മേഖലയിലേക്കാണ് അദ്ദേഹം ആദ്യം പോകുന്നത്. മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുരൽമല ബെയിലി പാലത്തിലാണ്. ഇതുവഴിയാണ് അദ്ദേഹം കടന്നു പോവുക. അദ്ദേഹത്തിന്റെ സന്ദർശനം ഒരുപക്ഷെ കേന്ദ്രത്തിന് മുൻപിൽ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവുമൊക്കെ പങ്കുവയ്ക്കുന്നതിന് വലിയ പ്രാധാന്യം വഹിക്കുന്നതായിരിക്കും. അതോടൊപ്പം CV അനുമോദാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.